ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ലബൂബു ആണ്. ലബൂബുവിൻ്റെ മറ്റൊരു രൂപമായ ലബൂബു സ്ക്വിഷിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. സ്ക്വിഷി ഉണ്ടാക്കുകയും ചെയ്യാം, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി കൂടി ഒന്ന് കേൾക്കാം. ലബൂബു സ്ക്വിഷി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്കൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ഇമേജ് വഴി നോക്കി വരയ്ക്കാം, അല്ലെങ്കിൽ അല്ലാതെ വരയ്ക്കാം. ലബൂബുവിനെ ഇത്ര ഫേമസ് ആക്കിയത് K-pop ഐഡിയലായ ലിസയാണ്. ഹോങ്കോങ് ആർട്ടിസ്റ്റായ കാസിങ് ലോങ് പ്രൊഡ്യൂസ് ചെയ്ത ദ മോൺസ്റ്റർ സീരീസ് എന്ന സീരീസിലൂടെയാണ് ലബൂബു ഉത്ഭവിക്കുന്നത്. ഇതിനൊരു മോൺസ്റ്റർ ടോയ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. നോർഡിക് മിത്തോളജിയെ ഇൻസ്പയർ ചെയ്താണ് ഈ ടോയിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലബൂബു സ്ക്വിഷി മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. യെല്ലോ കാർബൺ ഷീറ്റ് വെച്ച് ഒരു വൈറ്റ് ക്ലോത്തിലോട്ട് നമ്മൾ ഈ വരച്ച ലബൂബുവിനെ ട്രേസ് ചെയ്തെടുക്കണം. കുറച്ച് ഇറുക്കി പിടിച്ച് വരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് ചിലപ്പം പതിയാതെ വരും. വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വരയ്ക്കണം. മുകളിലത്തെ പേപ്പറിൻ്റെ പൊസിഷനും അടിയിലത്തെ ക്ലോത്തിൻ്റെ പൊസിഷനും മാറാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. നമ്മുടെ ലബൂബുവിൻ്റെ പിക്ചർ ഇവിടെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രേസിങ് ഷീറ്റും A4 സൈസ് ഷീറ്റും നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളെടുത്തിരിക്കുന്ന ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വേണമായിരുന്നു വരയ്ക്കാൻ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഷീറ്റും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് പീസും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കോട്ടൺ ഫില്ല് ചെയ്ത് നമുക്കിതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. സ്ക്വിഷി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം കുറച്ച് സ്ക്വിഷിയായി ഇരിക്കണം. കോട്ടൺ നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാ എഡ്ജും ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ആക്രിലിക് പെയിൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മളിത് ക്ലോത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ആക്രിലിക് പെയിൻ്റ് ആയിരിക്കും കൂടുതലും നല്ലത്. നോസ് വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. എനിക്ക് വിട്ടുപോയതാണ്. ഇനി എല്ലാ പോർഷനും ജസ്റ്റ് ബ്ലാക്ക് വെച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. അത്ര ഫൈനായിട്ട് ഔട്ട്ലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലബൂബുവിൻ്റെ സ്കിൻ കുറച്ച് ഫ്ലഫി ആയിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പം ജസ്റ്റ് ബ്ലാക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ട് അങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഐയൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വരച്ചിരിക്കുന്ന കണക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ നോക്കുക. നമുക്ക് കറക്റ്റായിട്ടൊരു ലൈൻ വേണ്ട, കാരണം ഇതൊരു ടോയിൻ്റെ പ്രോസസ്സാണല്ലോ. പക്ഷേ സ്ക്വിഷി എന്ന രൂപത്തിലേക്ക് മാറിയല്ലേ ഉള്ളൂ. ഞാനിവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. കുറച്ച് പിങ്ക് ആകുമ്പോൾ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആവും എന്ന് കരുതിയാണ് നമ്മൾ പിങ്ക് കൊടുത്തിരിക്കുന്നത്. പല കളറിലും ലബൂബു ടോയ്സ് അവൈലബിൾ ആണ്. അപ്പം ഫേസിന് സ്കിൻ കളർ തന്നെ കൊടുക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. വൈറ്റ് ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ പല്ലിന് നമ്മൾ കളർ അടിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ അങ്ങ് വിട്ടേക്കുക. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കണം. നോസൊക്കെ നന്നായിട്ട് വരച്ചു കൊടുക്കുക, പെയിൻറ്റൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഏകദേശം ലബൂബുവിൻ്റെ രൂപത്തിലുള്ളൊരു സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എങ്കിലും കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഇത് ഓക്കെയാണ്. വെറുതെ വീഡിയോ മാത്രം കാണാതെ കമൻറ്റും കൂടി ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക.